ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഞാനിന്ന് വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. അപ്പോൾ വിചാരിച്ച് വെറുതെ ഒന്ന് വണ്ടി എടുത്തിട്ട് ചില്ല് ചെയ്യാൻ ഇറങ്ങാന്നൊക്കെ, ഒരു ഡ്രൈവിനൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ച് വണ്ടി എടുത്ത് കുറച്ചും ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ ഇതാ പെട്രോൾ ഇല്ല, ഉണ്ടോ, ഇന്ധനമില്ല. സാധനം മിന്നി കളിക്കുക, അവസാനത്തെ ആട്ട. അപ്പോൾ ഇനി പെട്രോൾ പമ്പ് പോകണം, അവിടെ നിന്ന് പെട്രോൾ അടിക്കണം. കഷ്ടപ്പാട് തന്നെ. ഈ വണ്ടിയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഓടുകയാണെങ്കിൽ എന്താ ചെയ്യാം. ഈ വണ്ടികളൊക്കെ ഇന്ധനമൊന്നും ഇല്ലാണ്ടാണ് ഓടുന്നതെങ്കിൽ എന്ത് സുഖമായിരുന്നില്ലേ. ഇടയ്ക്കിടയ്ക്ക് ഈ പൈസ കളയണ്ടായിരുന്നു, പെട്രോൾ അടിച്ചിട്ടും ഡീസൽ അടിച്ചിട്ടൊക്കെ. ഒരു ഡ്രൈവിന് പോകാൻ വരെ പറ്റുന്നില്ല ഗായ്സ്. എന്തായാലും ഇന്നൊരു ചിൽ ഡേ ആക്കാൻ വിചാരിച്ചപ്പോൾ ആകെ ചടച്ചിരിക്കുകയാണ് ഗായ്സ്. എന്തായാലും നമുക്ക് വെറുതെ കുറച്ച് ദൂരം പോയി നോക്കാം. കുറച്ച് പെട്രോൾ അടിച്ചിട്ട് കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കിയാൽ ജസ്റ്റ് രസമല്ലേ വെറുതെ അങ്ങനെ വണ്ടി ഓടിക്കുന്നത്. കുറച്ച് പാട്ടൊക്കെ പാടി ഗായ്സ്. അപ്പോൾ ഞാൻ പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഇന്ധനം വന്നു എന്നുള്ള സൂചനയൊന്നും കാണുന്നില്ല. ഇതിൽ മറ്റേ കട്ടയൊന്നും കൂടിയിട്ടൊന്നുമില്ല. എന്തായാലും നോക്കി നോക്കാം. പച്ചവെള്ളമൊന്നും ആയിരിക്കില്ലായിരിക്കും അടിച്ച് കയറ്റിയിട്ടുള്ളത്. ഈ സിനിമ ഇപ്പോഴും കളിക്കുന്നുണ്ടോ? അത് പറഞ്ഞോളൂ. ഒരു 2 ദിവസം മുന്നേ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എടാ ഒരു സിനിമയ്ക്ക് വരുന്നോ ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു ഇല്ലടാ, ഞാൻ വ്ളോഗിങ് ഒക്കെ തുടങ്ങിയപ്പോൾ അതിൻ്റെ ചെറിയ തിരക്കിലാണ്, ഒരു വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നിട്ട് അവനെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അന്ന് രാത്രി വിളിച്ച് സിനിമ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ അവനെ വിളിച്ചു നോക്കിയപ്പോൾ അവൻ പറഞ്ഞ് എടാ സിനിമയ്ക്ക് പോയി എന്നുള്ളൂ, ആകെ മൂളി. സിനിമയ്ക്ക് പോയിന്നേ ഉള്ളൂ, പക്ഷെ ആകെ മൂളെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ സിനിമയ്ക്കൊക്കെ പോയി. അപ്പോൾ ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ അവിടെ കൗണ്ടറിൽ നിന്ന് ആൾ പറഞ്ഞ് മോനെ ഒരു 5 മിനിറ്റ് കൂടെ നീ വെയിറ്റ് ചെയ്യേ, ആരെങ്കിലുമൊക്കെ വരുമോ നോക്കട്ടെ എന്ന്. സംഭവം എന്തായിരുന്നു, ആകെ 4 പേരായിട്ടാണ് വന്നത് സിനിമയ്ക്ക്. അപ്പം ഒരു 10-12 ആളെങ്കിലും ഇല്ലാണ്ട് അവർക്ക് ഷോ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇവർ എന്നാൽ കുറച്ച് വണ്ടിയിൽ പോയി ഇരിക്കാൻ വിചാരിച്ചത് വണ്ടിയിൽ പോയി ഇരിക്കുക. അപ്പോൾ വണ്ടിയിലേക്ക് പോയപ്പോൾ അവിടെ സെക്യൂരിറ്റിക്കാരൻ വന്ന് പറഞ്ഞു എടാ മോനെ എന്നാൽ നീ വേഗം വിട്ടു, ഞാൻ ഈ ഗേറ്റ് ഒന്ന് അടയ്ക്കട്ടേന്ന്. അപ്പോൾ ഞാൻ തിരിച്ച് പോയി ചോദിച്ചു കൗണ്ടറിൽ എന്താ സിനിമ ഇടുമോ ഇല്ലയെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൗണ്ടറിൽ പറഞ്ഞ് ഇല്ലടാ മോനെ, എന്തായാലും ഇന്നിന് ഷോ ഒന്നും ഉണ്ടാവില്ല, ഈ സിനിമ വൻ ടോപ്പാന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും നടക്കുന്നത്. പക്ഷേ ഇവിടെ ഷോയ്ക്ക് ഒരു മനുഷ്യൻ വരുന്നില്ല. ഈ സിനിമ അടിപൊളിയാന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷെ ആരും കാണാൻ വരുന്നില്ല. ഇപ്പോൾ തന്നെ ഒരു 10 ആളെങ്കിലും ഇല്ലാണ്ട് ഷോ നടത്തി നമുക്ക് ഭയങ്കര നഷ്ടം വരുന്നതാണ് ഓരോട് തിയേറ്ററിൻ്റെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ അവർ എന്നിട്ട് അവിടെ നേരെ ചടച്ചിട്ട് നേരെ ഇറങ്ങി. എന്നിട്ട് പിന്നെ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച്, ടിക്കറ്റിൻ്റെ പൈസ ഉണ്ടല്ലോ, ആ പൈസക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഓനും പിന്നെ ഓന് വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവർ 2 ആൾ പോയത്. ഞാൻ പോകാത്തത് കൊണ്ട് വേറൊരു ഫ്രണ്ടിനെയും കൂട്ടി പോയതായിരുന്നു. അപ്പോൾ പോയിണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചടച്ചിട്ട് വരായിരുന്നു. എന്തോ ആ സിനിമ പക്ഷെ ഇപ്പോഴും കളിക്കുന്നതായിരുന്നു. അതിന് പോസ്റ്ററായി നേരത്തെ കണ്ട്. ഏത് സിനിമ പിന്നെ ഞാൻ ആ സിനിമേൻ്റെ പേരെന്തായാലും പറയുന്നില്ല, കാരണം ഒന്നാമത് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് നല്ലതാണോ മോശമാണോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ അറിയാത്തൊരു സാധനത്തിനെ കുറിച്ച് പറയുന്നത് അത് നല്ലൊരു ഏർപ്പാടല്ലല്ലോ. അപ്പോൾ എനിക്ക് വേണേൽ പറയാം ആ സിനിമയെ കുറിച്ച് 4 കുറ്റം പറയാം, പക്ഷേ അത് നമ്മളൊരു ക്യാരക്ടറിനും പറ്റിയ പരിപാടിയല്ല. നമുക്ക് അറിയുന്ന സാധനത്തിനെ കുറിച്ച് പറയുക. ഞാനപ്പോൾ ആ സിനിമ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പറയാം ആ സിനിമ ഇതായിരുന്നു, ഇത് അടിപൊളി സിനിമ ആയിരുന്നു എന്നൊക്കെ. ഓക്കെ. അപ്പം ഞാനിന്ന് എൻ്റെ അനിയനോട് ഒരു 10 മണിക്കൂർ നേരത്തേക്ക് അവൻ പറയുന്ന എല്ലാത്തിനും യെസ് പറയാൻ പോവാണ്. ഐ സേയിങ് യെസ് ടു മൈ ബ്രദർ ഫോർ നെക്സ്റ്റ് 10 hours. ഓക്കെ. അപ്പം എന്താ നിനക്ക് എന്താ പറയാനുള്ളത്? ഫസ്റ്റ് ഓക്കെ ഗൈസ്, നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാം. ഗൈസ് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ നൂഡിൽസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 30 സെക്കൻഡും കൂടെ ഒന്ന് ചൂടാക്കിയാൽ പക്കയാവും. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അനിയൻ്റെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എടാ എന്താണ് ഞാൻ ഒരു യെസ് ചാലഞ്ച് വെച്ചെന്ന് വിചാരിച്ചിട്ട്. അത് ശരി, അവൻ പറയുന്ന കേട്ടോ ഗൈസ്, ഇപ്പം അല്ലേ പറ്റൂന്ന്. ചാലഞ്ച് വെച്ചു ഇല്ല, ഇനിയിപ്പോൾ എന്തായാലും ഒരു ചായ കൂടെ വെച്ച് കൊടുക്കാം. ഹോപ്പ്ഫുള്ളി അതോടെ നിർത്തിയായിരിക്കും, നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഇതാ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. മേലെ കുറച്ച് ചിക്കൻ ഫ്രൈൻ്റെ പീസ് ഇട്ടിട്ടുണ്ട്, അവൻ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ ചായ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ റെഡിയാവും. അപ്പോൾ നമുക്ക്
ഇതൊക്കെ കൂടെ അനിയന് കൊണ്ടുപോയി കൊടുക്കാം. അവൻ കഴിക്കട്ടെ, കഴിച്ച് രസിക്കട്ടെ. നൂഡിൽസും ചായ റെഡി ആയിട്ടുണ്ട്. അനിയന് കൊടുക്കാം, അവൻ കഴിക്കട്ടെ. കഴിച്ചോ. അവന് മടിയാണ് വീഡിയോയിൽ കഴിക്കാൻ, എന്തായാലും കഴിച്ചോട്ടെ ഗായ്സ്. അപ്പോൾ അനിയൻ ഇതാ നമ്മളുണ്ടാക്കിയ നൂഡിൽസും ചായ ഒക്കെ കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഓക്കെ, നല്ല രസമുണ്ട് പറഞ്ഞേ. അപ്പോൾ ഇനി ഒരു 10 മണിക്കൂർ കഴിയാം. എടാ നിന്റെ ബാഗൊക്കെ റൂമിൽ കൊണ്ടുവച്ചു നിനക്ക്. നീ പോയി അല്ല, നിന്റെ റൂമിൽ ഞാനാ കൊണ്ടുവക്കണം നിന്റെ ബാഗൊക്കെ. അതിന് എന്താ ചെയ്യ? ആയിക്കോട്ടെ, കുറച്ചു നേരം കൂടെ അല്ലേ ഉള്ളു മോനെ. നാളെ നീ യെസ് ചാലഞ്ച് ചെയ്യണം കേട്ടോ. അങ്ങോട്ടേക്ക് ചെയ്യൂല, ഉറപ്പല്ലേ? ആ, അപ്പോൾ നാളെ ഓനെ കൊണ്ട് നമുക്ക് യെസ് ചാലഞ്ച് ചെയ്ത് കുറച്ച് പണിയും കൊടുക്കാം. ഇപ്പോൾ ഓൻ്റെ ബാഗ് ഇനി മേലെ കൊണ്ടുവെക്കണം. എന്തൊക്കെ കഷ്ടപ്പാടാ ഗൈസ് ചാലഞ്ച് ചെയ്യാൻ. അതൊന്നും ലൈറ്റ് വിട്ടിട്ടില്ല. ഓക്കെ, നമുക്ക് ഈ കിടക്കയിലങ്ങ് വെക്കാം. ബാക്കിയൊക്കെ ഓൺ ചെയ്യട്ടെ. ഓൻ്റെ ബാഗ്, ഓൻ്റെ ബുക്ക്, ഓൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ ഗൈസ്. മേലേക്ക് കയറി ഇറങ്ങൽ കുറച്ച് പഴയ ആള്, മടിയായിട്ട് ഒന്നാമത്. ഓക്കെ, അപ്പൊ ബാഗ് കൊണ്ടുവെക്കുമ്പോ നിനക്ക് പറഞ്ഞൂടെ? ഒരു ചാലഞ്ച് ഉണ്ട്, ഇങ്ങനെ പണി തരരുത് കേട്ടോ. ഏതാണ്? സോഷ്യലിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തെടുക്ക. ഒരു സെക്കൻഡ് കഴിച്ച് ഞാൻ ആ ബുക്കൊന്ന് എടുക്കട്ടെ ബാഗിൽ നിന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ സോഷ്യലിൻ്റെ ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് കൊണ്ടു കൊടുക്കാൻ. ഹോപ്പ്ഫുള്ളി ഓൻ വേഗം കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു. അധികം ചാലഞ്ചൊന്നും ചെയ്യണ്ടല്ലോ, പണിയൊന്നും ചെയ്യണ്ടല്ലോ. എന്നാ ബുക്ക് എന്നാ. അല്ല, ഈ ബുക്ക് ഇപ്പം എന്തിനായിരുന്നു? നീ ചായ കുടിക്കല്ലേ? അതിന് അപ്പം നിനക്ക് മേലെ പോകാൻ പറ്റൂല, ഞാൻ മേലെ പോണല്ലേ? നല്ലതാട്ടോ. ചായ കുടിച്ചിട്ട് വേഗം ഇത് പഠിച്ചോ. ഇന്നൊരു ചാപ്റ്റർ ഫുള്ള് പഠിക്കണം കേട്ടോ. ഇങ്ങോട്ടോക്ക്. ആ ഓക്കെ, അപ്പോൾ ഇന്നൊരു ചാപ്റ്റർ ഫുള്ള് പഠിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, പഠിച്ചോട്ടെ. ഓക്കെ ഗൈസ്. എടാ നിനക്ക് എന്താടാ എന്നെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കായിട്ട്? ഞാനിപ്പോൾ 2 വട്ടം മേലെ പോയി വന്നില്ലടോ. അവൻ്റെ ഒരു എനിക്കിപ്പോൾ ബോക്സ് എടുത്തു കൊടുക്കണം എന്ന്. ഇതെനിക്ക് വയ്യട്ടോ സത്യം പറയാലോ. ഒരുമാതിരി യെസ് ചാലഞ്ചും ഇതിപ്പോൾ 3ാമത്തെ തൊട്ടാണ് മേലേക്ക് കയറി ഇറങ്ങുന്നത്. അവൻ്റെ ഒരു ബുക്കും ബോക്സും ബാഗൊക്കെ കൊണ്ട് ഇനി ബോക്സ് എടുത്തു കൊടുക്കാം. ബോക്സ് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അവലോൻ തന്നെ വന്നെടുക്കട്ടെ. ചാലഞ്ചൊക്കെ അവിടെ നിർത്താനല്ല. പിന്നെ എന്തുവാ ഇത്? ഒരാളൊരു ചാലഞ്ച് ചെയ്യാൻ വിചാരിച്ചപ്പോഴേ ഇങ്ങനെ പണിയാൻ പാടുമോ? എന്നാ പിന്നെ ബോക്സ് ഉറപ്പായും പഠിക്കണം. ഇപ്പം ഞാൻ 3 വട്ടമായി മേലെ കയറി ഇറങ്ങുന്നു കേട്ടോ. ഇയാളെ അടുത്ത പണിയോ? എന്താടാ വയ്യടാ. വേറെ എന്തെങ്കിലും എടുക്കാണ്ടോ ഇനി? ഇത് ലാസ്റ്റത്തെ കേസ്. ഇനി ഞാൻ മേലേക്ക് കയറുന്നില്ല. അവൻ്റെ ബുക്ക് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് പണിയുണ്ട്. ബാഗ് ഫുള്ളങ്ങ് എടുത്താൽ മതിയല്ലോ. എനിക്കിത് വെക്കാനോ ഒന്ന് എടുക്കുക എന്ത് വേണമെങ്കിലും അവൻ ചെയ്യട്ടെ. ബാക്കിയൊക്കെ അവൻ ചെയ്തോട്ടെ. ഓക്കെ കേട്ടോ. ഇതിൽ നോട്ടുണ്ട്, ബോക്സ് ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. പഠിക്കുക, വലുതാവുക. ഓക്കെ, താങ്ക് യു എന്ന് പോലും ഗൈസ്. അപ്പോൾ അനിയ യെസ് ചാലഞ്ചൊക്കെ നല്ലോണം എൻജോയ് ചെയ്ത് വരികയായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും ആവുന്നില്ല. എനിക്ക് ജലദോഷം പനിയൊക്കെ ആയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഞാൻ എന്തായാലും കിടക്കാൻ പോയിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചാലഞ്ച് നമുക്ക് വേറൊരു ദിവസം തുടരാം. ഒരു
24 hour ചാലഞ്ച് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഐ വിൽ സീ യു നെക്സ്റ്റ് ടൈം. സോ അണ്ടിൽ ദെൻ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. പീസ്.